എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. കാൾ ജങ് എന്ന പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഇപ്രകാരം പറഞ്ഞു: യു ആർ വാട്ട് യു ഡു, യു ആർ നോട്ട് വാട്ട് യു സേ യു വിൽ ഡു. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നതല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ. ഇതിന്റെ അർത്ഥം, നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് മറ്റുള്ളവർ നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അച്ചടക്ക ബോധവും ആത്മവിശ്വാസവും ഒക്കെ വളർത്തി ആ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് വളരുമ്പോൾ അവരുടെ സ്വഭാവം ആഴത്തിൽ രൂഢമൂലമാകുകയാണ്. അങ്ങനെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും അവർ അച്ചടക്ക ശീലമുള്ളവരായി ആദരവ്, ബഹുമാനം, ടൈം മാനേജ്മെന്റ്, പങ്ക്ച്വാലിറ്റി, ഈ നല്ല ഗുണങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ പാലിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറും. ഇതാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ ഭവനത്തിൽ തുടങ്ങണം. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വളരെ ശക്തമായ ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. ചില ഭവനങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് താളം തുള്ളും. അവർ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ വാശി പിടിക്കും. അങ്ങനെയുള്ള സ്വഭാവം അവരിൽ പതിയുകയും പിന്നീട് സ്കൂളിൽ വരുമ്പോൾ അവർ പ്രശ്നമുണ്ടാക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകും. ഇത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ. നമ്മൾ ചെറുപ്രായത്തിൽ എന്തവരെ പഠിപ്പിക്കുന്നുവോ അത് ശക്തമായ ശിക്ഷണത്തിലൂടെ നിലനിർത്തുന്നുവോ അതിലൂടെ അവർ വളർന്നു വരും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളാണ്. അവരെ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ രത്നങ്ങളെ, ഈ മുത്തുകളെ ലോകത്തിന് പ്രയോജനമുള്ളവരായി വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം. ഇതിലാര് അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അതിനെ ഉദാസീനതയോടെ തള്ളിക്കളഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ എത്തേണ്ടടുത്ത് എത്തുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ഏറ്റവും നന്നായ ശിക്ഷണത്തിലൂടെ, അച്ചടക്ക ബോധത്തിലൂടെ വാർത്തെടുക്കാം. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളായി തീരട്ടെ. കാരണം അത് ഈ ലോകത്തിന് ആവശ്യമാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.